നമസ്തേ. എജ്യൂട്ടേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പോലെ തന്നെ ക്വസ്റ്റ്യനെയറുകളാണ് നമ്മളിപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ക്വസ്റ്റ്യനെയർസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് പോവാം. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം കേട്ടോ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ്. ഇതിലെങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇതേ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പലതരത്തിലുള്ള പാറ്റേൺസ് പറയുന്നുണ്ട് അതിൽ. അപ്പോൾ അതേപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് പ്രിപ്പയർ ചെയ്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ടെൻഷൻ അടിക്കാനല്ല. നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുമല്ലോ എളുപ്പമായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇങ്ങനെയാണ്. നിസ്സഞ്ജ ഇത്യത്ര കഹ സമാസഃ. നിസ്സഞ്ജ അവിടെ ബഹുബ്രീഹി സമാസം. വസുധ വിഗ്രഹവാക്യം. വസൂനി ധത്തെ ഇതി എന്നാണ് വസുധ എന്നുള്ളതിന്റെ വിഗ്രഹവാക്യം. യഥാഗതം കഹ സമാസഃ. യഥാഗതം എന്നുള്ളത് അവ്യയീഭാവ സമാസം. ലബ്ധവരഹ ഇത്യത്ര ഉചിതം വിഗ്രഹം. അപ്പൊ അതില് അവസാനത്തെയാണ് ലബ്ധഹ വരഹ യേന സഹ എന്നുള്ളതാണ് ഉചിത വിഗ്രഹവാക്യം. ശ്വോഭാവി ഇത്യത്ര വിഗ്രഹവാക്യം. ശ്വഹ ഭവിതാ. ശ്വോഭാവി എന്നുള്ളതാണ് ഉചിതം. ശോകാപന്നഃ ശോകാകുലഃ ഏതയോഃ സമാസഃ തത്പുരുഷ സമാസം. രക്ഷിതുമനാഃ ഇത്യത്ര കഹ സമാസഃ ബഹുവ്രീഹി സമാസം. ശിരീഷ മൃദുലം ഇത്യത്ര കഹ സമാസഃ ഉപമാന പൂർവപദ കർമ്മധാരയ. അതിന്റെ ഓപ്ഷൻസ് നോക്കൂ. അവധാരണ പൂർവപദ കർമ്മധാരയൻ, ഉപമേയ ഉത്തരപദ കർമ്മധാരയൻ, ഉപമാന പൂർവപദ കർമ്മധാരയൻ, ബഹുവ്രീഹി. ഇങ്ങനെയാണ് അതിന്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കേട്ടോ. തപോധനാഃ ഇത്യത്ര കഹ സമാസഃ ബഹുവ്രീഹി. ഘനശ്യാമഃ ഇത്യത്ര കഹ സമാസഃ ഉപമേയ പൂർവപദഃ എന്നുള്ളതാണ് ഇവിടെ വരുന്നത് സമാസം. അടുത്തത് കാപുരുഷഃ കിം രാജ കഥന്നം ഇത്യാദിഷു കഹ സമാസഃ. അവിടെ പ്രാതി സമാസമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രാതി സമാസം എന്ന് പറഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എഴുതി വെച്ചാൽ മതി. അങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അതിനെ മനസ്സിലാക്കുക കേട്ടോ. നോട്ട് ബുക്കിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് വിക്രമാദിത്യഃ ഇത്യസ്യ വിഗ്രഹവാക്യം കിം. വളരെ രസകരമായ വിഗ്രഹവാക്യമാണ്. നോക്കൂ. വിക്രമേ ആദിത്യ ഇവ എന്നാണ് അതിന്റെ ഉത്തരം. ജീവന സഞ്ജീവനി പദസ്യ വിഗ്രഹവാക്യം ജീവനായ സഞ്ജീവനി എന്നാണ്. ഓക്കെ. യഥാതൃപ്തി ഇത്യസ്യ വിഗ്രഹവാക്യം തൃപ്തിം അനതിക്രമ്യ എന്നാണ്. യഥാതൃപ്തി എന്നുള്ളതിന്റെ. അടുത്തത് അക്ഷ്ണോഹോ സമീപം സമക്ഷം എന്നാണ് സമസ്തപദം വരുന്നത്. യുധിഷ്ഠിരഃ ഇത്യസ്യ കഹ സമാസഃ അലുക് സമാസഃ. യുധിഷ്ഠിരഃ എന്നുള്ളതിന് അലുക് സമാസമാണ്. അനുദരം ഇതി നഞ്ഞ തത്പുരുഷഃ കം അർത്ഥം ദ്യോതയതി. അല്പതാർത്ഥം, അതായത് കുറവ് എന്നുള്ള അർത്ഥമാണ് ദ്യോതിപ്പിക്കുന്നത്. സുപുരുഷഃ ഇതി കസ്യ ഉദാഹരണം. പ്രാതിസമാസസ്യ സുപുരുഷഃ. ഓക്കെ. ചതുർയുഗം ഇതി കഹ സമാസഃ. സമാഹാര ദ്വിഗു സമാസമാണ് ചതുർയുഗം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഓർമ്മിക്കാനും എടുത്തു നോക്കാനും എളുപ്പമുണ്ടാവും. അടുത്തത് ഭാര്യയാ സഹ വർത്തത ഇത്യസ്യ സമസ്തപദം കിം. സഭാര്യഃ എന്നാണ് സമസ്തപദം. സംശയാനാം അഭാവഃ അസംശയം ഇത്യത്ര കഹ സമാസഃ. ഇവിടെ എന്ത് സമാസമാണ് എന്നാണ് ചോദിക്കുന്നത്. സംശയാനാം അഭാവഃ എന്നുള്ളിടത്ത് അവ്യയീഭാവ സമാസമാണ്. യുഗാലിക്ഷം ഇത്യത്ര കഹ സമാസഃ. യുഗാലിക്ഷം എന്നുള്ളിടത്ത് ഏതാണ് സമാസം എന്നാണ് ചോദിക്കുന്നത്. അവിടെ സമാഹാരദ്വന്ദ്വ സമാസമാണ്. ഓക്കെ. അലങ്കൃതം ശരീരം യസ്യ സഹ. ഇവിടെ സമസ്തപദം കിം ഭവതി. അനലങ്കൃത ശരീരഃ എന്നാണ് വരുന്നത്. അലങ്കൃതം ശരീരം യസ്യ സഹ അനലങ്കൃത ശരീരഃ എന്നാണ് വരുന്നത്. തസ്യ രൂപേണ മോഹിതഃ തദ്രൂപമോഹിതഃ. തസ്യ രൂപേണ മോഹിതഃ എന്നുള്ള സമസ്തപദം തദ്രൂപമോഹിതഃ. രാജർഷി അത്ര
അയമേവ സമാസഃ. ഏതാണ് ഇവിടെ വരുന്ന സമാസം? കർമ്മധാരയ സമാസം, രാജർഷി കർമ്മധാരയ സമാസം. അടുത്തത് പരമാനന്ദഃ വിഗ്രഹവാക്യം ദർശയത. പരമാനന്ദഃ എന്നുള്ളതിന്റെ വിഗ്രഹവാക്യം പരമഃ ച അസൗ ആനന്ദഃ ച എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള വിഗ്രഹവാക്യം. ഗുരുദക്ഷിണ വിഗ്രഹവാക്യം ഗുരവേ ദക്ഷിണ എന്നാണ്. ഗുരവേ ദക്ഷിണ. ഗുരോഹോ ഭാവഃ ഇത്യത്ര ഏകപദീകരണം. എന്താണ് ഗുരോഹോ ഭാവം എന്ന ഗുരുത്വം എന്നാണ് ഒറ്റപ്പദമായിട്ട് വരുന്നത്. ആസന്നം നിർവാണം യസ്യ സഹ സമസ്തപദം. ആസന്നം നിർവാണം യസ്യ സഹ എന്നുള്ളിടത്ത് എന്താണ് ആസന്ന നിർവാണഃ എന്നാണ് വാക്ക് ഒറ്റപ്പദം സമസ്തപദം വരുന്നത്. പാഥേയം വിഗ്രഹവാക്യം പഥി സാധുഹു. പാഥേയം പഥി സാധുഹു എന്നാണ്. നൃപതിഹി ഇത്യസ്യ വിഗ്രഹം നൃണാം പതിഹി. നൃപതിഹി നൃണാം പതിഹി. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് എഴുതി വെക്കേ. എവിടെയാണോ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ സൗകര്യം എന്ന് വെച്ചാൽ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇതെടുത്തിട്ട് നോക്കുക, പഠിക്കുക. നോക്കിയാലും പഠിച്ചാലും ഓർമ്മ നിന്നോളണമെന്നില്ല. എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. പുണ്യപാപാനി വിഗ്രഹവാക്യം ദർശയ. പുണ്യാനീച്ച പാപാനീച്ച. പുണ്യപാപാനി. ശോകാനലഃ അത്ര കഃ കർമ്മധാരയഃ. അവിടെ ഏത് കർമ്മധാരയനാണ്? ഉപമാനോത്തരപദഃ. ഉപമാനോത്തര കർമ്മധാരയഃ. സമാസാനം മുഖ്യതഃ കതി ഭേദാഃ ഭവന്തി. എത്ര ഭേദങ്ങളാണ് ഉള്ളത്? പഞ്ചഭേദാഃ ഭവന്തി. വിശേഷ സംജ്ഞാ വിനിർമുക്തഃ സമാസഃ. വിശേഷ സംജ്ഞാ വിനിർമുക്തഃ സമാസഃ കേവല സമാസഃ. ഭൂതപൂർവ ഇത്യസ്യ വിഗ്രഹവാക്യം പൂർവം ഭൂതഃ. ഭൂതപൂർവം എന്നാണ്. ഓക്കെ. ശുഭ്രവസ്ത്രം കഃ സമാസഃ? കർമ്മധാരയ സമാസം. പ്രാപ്തയൗവന അയമേവാത്ര സമാസഃ ബഹുവ്രീഹിഃ. പ്രാപ്തയൗവന ബഹുവ്രീഹിഃ. സുധിയഃ കസ്യ സമാസസ്യ ഉദാഹരണം ഭവതി? ബഹുവ്രീഹിഃ. സുധിയഃ എന്നുള്ളത്. അനാര്യഃ ഇത്യത്ര കഃ സമാസഃ? നഞ്ഞ് സമാസം. അനാര്യഃ. കാമദുഹാഃ ഇത്യത്ര കഃ സമാസഃ? ഉപപദ സമാസഃ. ഉപപദ സമാസമാണ്. പുഷ്പയുക്താലത സമസ്തം പദം പുഷ്പലത. പുഷ്പയുക്താലത പുഷ്പലത സമസ്തപദം അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അടുത്തത് പ്രത്യക്ഷം പരോക്ഷം സമക്ഷം ഇത്യാദിഷു കഃ സമാസഃ? അവ്യയീഭാവ സമാസം. ദുരാചാര അത്ര വിഗ്രഹവാക്യം ദുഷ്ടഃ ആചാരഃ യസ്യ സഃ എന്നാണ്. തസ്യ രൂപേണ മോഹിതഃ ഏകപദീകരണം തദ്രൂപമോഹിതഃ എന്നാണ്. ഓക്കെ. ചൗരകർമ്മഃ ചോരാദ്ഭീതിഃ ഇത്യനയോഃ സമാസൗ ഷഷ്ഠീ തത്പുരുഷൻ അല്ലെങ്കിൽ പഞ്ചമി തത്പുരുഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സാലവൃക്ഷഃ അത്ര കഃ സമാസഃ? വിശേഷണ പൂർവപദ സമാസഃ. നവരാത്രി അത്ര ദ്വിഗു സമാസഃ. നവരാത്രി. അധനം അധനഃ ഇത്യനയോഃ സമാസം നഞ്ഞ തത്പുരുഷൻ. ബഹുശരണഃ സമാസഃ ബഹുവ്രീഹി. ധൃതഭാരഃ ഇത്യത്ര കസ്യ പദസ്യ അർത്ഥം പ്രധാനഃ? അന്യപദാർത്ഥ പ്രധാനഃ. വാചോയുക്തിഃ വിഗ്രഹവാക്യം വാചായുക്തിഃ എന്നുള്ളതാണ്. വാചോയുക്തിഃ. അടുത്ത് ലോഭാവിഷ്ടചേത കൗ ദ്വൗ സമാസം. ഏതാണ് ഈ രണ്ട് സമാസങ്ങൾ എന്നുള്ളതാണ്. തൃതീയ തത്പുരുഷനാണ്. ഓക്കെ. ശ്യേനഭീതഃ കഃ സമാസഃ? പഞ്ചമി തത്പുരുഷൻ. ഖഡ്ഗപാണിഃ അത്ര കഃ സമാസഃ? വ്യധികരണ ബഹുവ്രീഹിഃ. സീതാവിരഹിതഃ വിഗ്രഹവാക്യം സീതായാഃ വിരഹിതഃ ച സീതാവിരഹിതഃ. ഓക്കെ. മൃത് പിണ്ഡഃ ഇവ. മൃതഃ പിണ്ഡഃ ഇവ മതിഃ യസ്യ സഹ. സമസ്തപദം എന്താണ് എന്നാണ് ചോദ്യം. മൃത് പിണ്ഡമതിഃ എന്നാണ് സമസ്തപദം. വാഗർത്ഥാവിവ
इति कस्य उदाहरणं द्वन्द्वस्य उदाहरणं वागर्थाविव पूर्वपदप्रधानः समासः कः अव्ययीभावसमासः उत्तरपदप्रधानः समासः कः तत्पुरुषसमासः तत्पुरुषः इत्यस्य पदस्य विग्रहवाक्यं सः पुरुषः तत्पुरुषः उभयपदप्रधानः समासः द्वन्द्वः तत्पुरुषस्य भेदः द्विगु ഓക്കെ തത്പുരുഷത്തിന്റെ വേറൊരു ഭാഗമാണ് ദ്വിഗു സമാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലെഫ്റ്റിൽ കൊടുത്ത കോളമാണ് ഞാൻ മുഴുവൻ വായിച്ചത്, പിന്നെയാണ് റൈറ്റ് സൈഡിലുള്ള കോളം വായിച്ചത്. ഓക്കെ, ഇതിൽ കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിലും അതുപോലെ തന്നെ ആദ്യം ലെഫ്റ്റ് സൈഡിലത്തെയാണ് നമ്മൾ വായിക്കുന്നത്. പീതവസ്ത്രം ഇത്യത്ര കഹ സമാസഃ കർമ്മധാരയ സമാസഃ ത്രിഭുവനം ഇത്യस्य വിഗ്രഹവാക്യം ത്രയാണാം ഭുവനാനാം സമാഹാരः ദ്വൗ മാതുരः ഇത്യത്ര കഹ സമാസഃ ദ്വിഗുഃ ദ്വിഗുസമാസस्य ഉദാഹരണം പഞ്ചപാത്രം നഞ്ഞ തത്പുരുഷस्य ഉദാഹരണം അനശ്വः ഉത്തരപദ തത്പുരുഷस्य ഉദാഹരണം പ്രാചാര്യः അവ്യയപദപ്രധാനः समासः बहुव्रीहिः अन्यपदप्रधानः समासः बहुव्रीहि रूपवत् भार्यः इत्यत्र विग्रहवाक्यं रूपवती भार्या यस्य सः എന്നുള്ളതാണ്. दीर्घसक्तः इत्यत्र विग्रहवाक्यं बहुव्रीहि बहुव्रीहि समासस्य उदाहरणं देवपुरुषः व्यतिहारलक्षण बहुव्रीहिः केशाकेशि എന്നുള്ളതാണ്. उभयपदप्रधानः समासः द्वन्द्वसमासः अष्टाविंशति इत्यस्य पदस्य विग्रहवाक्यम् अष्टः च विंशतिश्च नामरूपे इत्यत्र कः समासः अव्ययीभावसमासः पञ्चानां पात्राणां समाहारः पञ्चपात्रम् नीलम् अम्बरं यस्य सः नीलाम्बरः अधिहरिः इत्यत्र समासम् अव्ययीभावसमासम् चन्द्रशेखरः इत्यत्र कः समासः बहुव्रीहिः पितरौ इत्यस्य विग्रहवाक्यं माता च पिता च पाणिपादं कस्य समासस्य उदाहरणं समाहारद्वन्द्वः षड् च दश च षोडश पञ्चगवम् इत्युदाहरणमस्ति द्विगोः उदाहरणमस्ति पञ्चगवम् എന്നുള്ളത്. ഓക്കെ, ദ്വിഗുവിൻ്റെ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.